ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൽ 46 മുതൽ 50 വരെയുള്ള ഡിബേറ്റ്സ് എടുത്തിട്ട് ഇതിൽ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ഇഷ്യൂകളെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, ഇത് 3 പോയിൻ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ കടക്കുന്നതിന് മുമ്പ് ഈ അടുത്ത് ദീപക് മേത്ത ബാബരി മസ്ജിദിനെ കുറിച്ച് എഴുതിയ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറയുന്നത്, മുസ്ലിങ്ങൾക്ക് ബാബരി മസ്ജിദിൻ്റെ മുകളിൽ ഒരു തിയോളജിക്കൽ ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കുന്നില്ല. ഈ തിയോളജിക്കൽ ക്ലെയിം അതേസമയം ഹിന്ദുത്വ ശക്തികൾക്ക് ഉന്നയിക്കാൻ സാധിക്കുന്നു. ആസ് ഇറ്റ്സ് എ ബർത്ത് പ്ലേസ് ഓഫ് രാം. അപ്പോൾ അങ്ങനെ ഒരു തിയോളജിക്കൽ ക്ലെയിം മുസ്ലിങ്ങൾക്ക് ഉന്നയിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു തിയോളജിക്കൽ ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രശ്നമാണോ? അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഭൂമിയിൽ എല്ലായിടവും പള്ളിയാണ്, കിബിലക്ക് തിരിഞ്ഞ് മക്കയോട് തിരിഞ്ഞാൽ വേറെ ഇറ്റ് ക്യാൻ ബി എ മസ്ജിദ്, അതുകൊണ്ട് തന്നെ ഇത് സാധ്യമാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പ്രീ പാർട്ടീഷന് മുമ്പുള്ള മറ്റൊരു പള്ളി തകർക്കലിൻ്റെ ഒരു കഥയുണ്ട്. മലപ്പുറം വലിയ പള്ളിയിൽ അവിടെ പള്ളി തകർക്കാൻ വേണ്ടി നായർ പടയാളികൾ വന്നപ്പോൾ അവിടെയുള്ള മുസ്ലിം സമുദായം മൊത്തമായിട്ട് അവരുടെ എല്ലാ സമ്പത്തും അവർക്ക് വേണ്ടി, ഈ ജന്മിക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്ന ആളുകൾക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ തയ്യാറായി. ഒരൊറ്റ കാര്യമാണ് അവർ പറഞ്ഞത്, പടച്ചോൻ്റെ പള്ളിയിൽ തുടരുത്. അപ്പോൾ പടച്ചോൻ്റെ പള്ളി എന്നതൊരു തിയോളജിക്കൽ ക്ലെയിമാണ്. അപ്പോൾ ഈ തിയോളജിക്കൽ ക്ലെയിം എന്തുകൊണ്ട് ബാബരി മസ്ജിദിൻ്റെ മുകളിലെത്തുമ്പോൾ മതേതരത്തിൻ്റെ താഴികക്കുടം എന്നായി മാറുന്നു? ഈ ഒരു മാറ്റത്തിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതിലേക്ക് ഉള്ള ചില ഗ്ലിംസസ് മാത്രം ആണ് ഞാൻ അതിൽ നൽകുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതൊരു കേവലം റിട്ടണായി വെക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് മാത്രമല്ല, അതൊരു ഇവൻ്റാണ് എന്നാണ് പ്രീതം സിംഗിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. അതായത് ഒരുപാട് ചർച്ചകൾ, ആ ചർച്ചകളിലുണ്ടായ ഉരുത്തിരിയലുകൾ, അമെൻഡ്മെൻറ്റുകൾ, റെസൊല്യൂഷനുകൾ, അപ്പോൾ ഇതിനെ കൃത്യമായി മനസ്സിലാക്കാതെ അതിനെ കേവലം ഒരു ഡോക്യുമെൻ്റായി കാണുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് പകരം അതിനൊരു ഇവൻ്റായിട്ട് കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ പേപ്പറിൽ ഒന്ന് കൺവേർഷൻ, മറ്റൊന്ന് സെക്കുലറിസം ആൻഡ് മൈനോറിറ്റി ക്വസ്റ്റ്യൻ, മൂന്നാമതായിട്ട് മുസ്ലിം ലീഗിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ആബ്സെൻസ്, ഈ 3 കാര്യങ്ങളെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് അനലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് കൺവേർഷൻ. ഇൻ ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ദ മോസ്റ്റ് വോസിഫറസ് പ്രൊപ്പണൻ്റ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാർ അഗേൻസ്റ്റ് കൺവേർഷൻ വാസ് Anandya Shayanam Iyengar, who argued that, in quote, a positive fundamental right must be established that no conversion shall be allowed, and if any occasion does arise like this, let the person concerned appear before a judge and swear before him that he wishes to be converted. ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് R.V. ദുലേക്കർ അദ്ദേഹം പറയുന്നത്, കൺവേർഷനിലൂടെ ഹിന്ദുസ് were under attack and an attempt was being made to diminish the Hindu community's numerical strength. ഇതുപോലെ തന്നെ PR താക്കൂർ, അദ്ദേഹം ഡിപ്രസ്ഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളാണെങ്കിൽ പോലും കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹവും ഇതേ ഒരു ക്ലെയിമിന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഡിപ്രസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇഗ്നോറൻസിനെ മുതലെടുക്കുകയും അങ്ങനെ കൺവേർഷൻ നടത്തുകയും അങ്ങനെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇതിൻ്റെ കൂടെയുള്ള മറ്റൊരു ഡിബേറ്റായിരുന്നു, കുട്ടി എത്ര പ്രായത്തിലെത്തുമ്പോഴാണ് കൺവേർട്ട് ചെയ്യാൻ സ്വയം സന്നദ്ധമാവുക, 2 രക്ഷിതാക്കളും കൺവേർട്ട് ചെയ്താൽ കുട്ടിയുടെ സ്റ്റാറ്റസ് എന്തായിരിക്കും? അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരിത്, 18 വയസ്സാകുന്നതിന് മുമ്പാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ, രക്ഷിതാക്കൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് 18 വയസ്സാകുന്നത് വരെ അദ്ദേഹം പൂർണ്ണ മതത്തിൽ തന്നെ ആയിരിക്കണം. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം സ്വയം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ മതമില്ലാത്ത ജീവൻ എന്നതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസസ് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കൺവേർഷൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊന്നായിരുന്നു
മതം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നത്. അപ്പോൾ മതം പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴാണ് കൺവേർഷൻ ഉണ്ടാവുക എന്നൊരു ധാരണയിൽ നിന്നാണ് ഇത് വരെ സംഭവിക്കുന്നത്. Article 25 of the Constitution gives all persons the right to freely profess, practice and propagate religion. This article was described as a charter for Hindu enslavement by Loknath Mishra, who provocatively argued that if Islam had not come to impose its will on this land, India would have been a perfect secular state and a homogeneous state. The same Mishra continued his tirade against Islam, a religion which he claimed had declared its hostility to Hindu thought. He did not spare Christianity either, which he accused of mastering the policy of peaceful penetration by backdoor on the outskirts of social life. By making the right to propagate a fundamental right, he believed that the assembly was paving the way for annihilation of Hindu culture. മിശ്രയുടെ ഈ ഒരു ക്ലെയിമെ സപ്പോർട്ട് ചെയ്തിട്ട് തജമുൽ ഹുസൈൻ എന്ന മുസ്ലിം പേരുള്ള ഒരാൾ മുന്നോട്ട് വരുന്നത്. അദ്ദേഹം പറയുന്നത്, എന്തിനാണ് റിലിജൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ എൻ്റെ വിശ്വസിക്കുക, ഇങ്ങനെ മുന്നോട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം ബേസിക്കലി കൺവേർഷൻ അതിനെ മനസ്സിലാക്കുന്നത് മെജോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലേക്ക് മാത്രമാണ് കൺവേർഷൻ നടക്കുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദു ഫെയ്ത്തിനകത്തുള്ള കൺവേർഷൻ്റെ ഇമ്പോസിബിലിറ്റി, ഈ കൺവേർഷൻ്റെ ഇമ്പോസിബിലിറ്റിയിൽ നിന്ന് വരുന്ന ഒരുപാട് ഫിയറുകളാണ് കൺവേർഷനെതിരെയുള്ള ഫിയറുകളായിട്ട്, അവരുടെ ന്യൂമറിക്കൽ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നതിനുള്ള ഫിയറുകളായിട്ട് പിന്നീട് വരുന്നത്. എന്നിട്ട് അവസാനം ഈ കൺവേർഷനെ അംഗീകരിച്ചു, ഒരു ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് അംഗീകരിച്ചപ്പോൾ ആ സമയത്ത് ജഗത് നാരായൺ ലാൽ പറയുന്നത്, ദ ഫാക്ട് ഈസ് ദാറ്റ് വി ഡിസൈർ ടു മേക്ക് ദ കമ്മ്യൂണിറ്റീസ് ഫീൽ ദാറ്റ് ദ റൈറ്റ്സ് വിച്ച് ദ ഹാഡ് ബീൻ എൻജോയിങ് ടിൽ നൗ ഷാൾ ബി അലൗഡ് ടു കണ്ടിന്യൂ വിത്തിൻ റീസണബിൾ ലിമിറ്റ്സ് ബൈ ദ മെജോറിറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ അംഗീകരിച്ചാൽ പോലും അത് മെജോറിറ്റിയുടെ ഒരു ഔദാര്യം കൊണ്ട് ഞങ്ങൾ നൽകുന്നതാണ് എന്ന നിലക്കാണ് ഇതിനെ കാണാൻ സാധിക്കുക. അപ്പോൾ കൺവേർഷനെ കുറിച്ചുള്ള ഭീതി ഹിന്ദു ജനസംഖ്യയുടെ എണ്ണം കുറയുന്ന ഒരു ഭീതിയുടെ കൂടി ഉപോൽപ്പന്നമാണ്. അടുത്തതായിട്ട് സെക്കുലർ സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റ്, സെക്കുലറിസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വൈകിട്ടാണ് 70s ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ സെക്കുലർ സ്റ്റേറ്റ് എന്നത് 46 മുതൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സെക്കുലർ സ്റ്റേറ്റ് എന്നത് മൈനോറിറ്റി ക്വസ്റ്റ്യനോട് എൻഗേജ് ചെയ്തിട്ടാണ് സെക്കുലർ സ്റ്റേറ്റ് എന്നൊരു നോഷൻ തന്നെ കടന്നു വരുന്നത്. പ്രത്യേകിച്ചും മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് റിസർവേഷൻ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്, ഓട്ടോണമസ് എക്സിസ്റ്റൻസ്, അത് സെക്കുലറിസത്തിന് വിള്ളൽ വീഴ്ത്തുമെന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് മഹാവീർ ത്യാഗി പറയാണ്, വി ആർ എ സെക്കുലർ സ്റ്റേറ്റ്, വി കനോട്ട് ഗിവ് എനി റെക്കഗ്നീഷൻ ഓർ വെയിറ്റേജ് ടു എനി റിലീജിയസ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതുപോലെ തന്നെ പറയാണ്, വി ആർ വൺ. ലോക്നാഥ് മിശ്ര പറയാണ്, ഐ ആക്സെപ്റ്റഡ് ദി സെക്കുലറിസം ഇൻ ദ സെൻസ് ദാറ്റ് അവർ സ്റ്റേറ്റ് ഷാൾ റിമൈൻ അൺകൺസേൺഡ് വിത്ത് റിലീജിയൻ and I thought that secular state of partitioned India was the maximum of generosity of a Hindu-dominated territory for its non-Hindu population. അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങളെ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തയ്യാറായിട്ടില്ല. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഹിമത് സിംഗ് മഹേശ്വരി പറയാണ്, റിസർവേഷൻ ആർ ബൗണ്ട് ടു എൻകറേജ് സെപ്പറേറ്റിസം ആൻഡ് പോസ്റ്റ്പോൺ അറ്റ്ലീസ്റ്റ് ഫോർ സം ടൈം ദി റിയലൈസേഷൻ ഓഫ് ദ ഡ്രീം which we have, namely that of evolving a truly secular state. As long as any community demands and gets reservation of seat in the legislatures, yes, truly secular state, in my opinion, must remain a distant dream. I therefore make a most earnest appeal to my friends of all minority communities to drop their claim for reservations voluntarily, so that this constitution may start off as a truly democratic, virile, strong constitution without any drawbacks to begin with. അപ്പോൾ റിസർവേഷനുള്ള ക്ലെയിം അത് ഡയറക്റ്റായിട്ട് സെക്കുലറിസ്റ്റ് ഒരു ത്രെട്ടായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുക എന്നത് പ്രത്യേകിച്ച് അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി അവരുടെ ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യലാണ് സെക്കുലറിസത്തിന് ത്രെട്ടായിട്ട് മാറുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊന്ന് കാണാൻ സാധിക്കുന്നത്, ഇത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഡിപ്രസ്ഡ് കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻ അനുവദിച്ചു. അവരൊരു സെപ്പറേറ്റ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആണ് എന്ന
ഒരു വാദം അംഗീകരിച്ചുകൊണ്ട് ദളിത്സിനുള്ള റിസർവേഷൻ അംഗീകരിച്ചു. ആ സമയത്ത് മുസ്ലിം റിസർവേഷൻ അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം അത് സെപ്പറേറ്റിസം വളർത്തും, അതുപോലെ തന്നെ സെക്യുലർ ഫാബ്രിക് ഇല്ലാതാക്കുമെന്നാണ്. അപ്പോൾ മുസ്ലിം ഇൻഹറൻ്റ്ലി ഈ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന ഒരു എലമെൻ്റായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സിൽ മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഈ മുസ്ലിങ്ങൾ എപ്പോഴും ഇങ്ങനെ സെക്യുലർ ഫാബ്രിക് തകർക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ദേശീയതയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ എങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നതിനെക്കുറിച്ച്. ഉദാഹരണമായിട്ട് ദയാൽ തൃപ്പതി പറയാണ്, സം ഓഫ് അവർ മുസ്ലിം ബ്രദറൻ മേ അണ്ടർ മിസ്ഗൈഡൻസ് ഹെർ അബ്യൂസസ് അറ്റ് രാമ ആൻഡ് കൃഷ്ണ. But there is no doubt that in the near future, when conditions stabilize and this virus of ill feeling and communalism is destroyed, every Muslim will consider Rama and Krishna as his ancestors, just like Hindus. അപ്പോൾ ഇദ്ദേഹം തന്നെ മറ്റൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീതക്കും ഋഗ്വേദക്കും അനുസരിച്ചാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് എന്നുകൊണ്ടാണ് ഞാൻ അതിനെ അംഗീകരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഹിന്ദു പാസ്റ്റ് മുസ്ലിങ്ങളും അംഗീകരിക്കണം എന്ന ഹിന്ദുത്വവാദത്തെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ കുറിച്ചുള്ള ആവശ്യത്തെ കുറിച്ച് ഇർഫാൻ അഹമ്മദ് പറയുന്നുണ്ട്. പബ്ലിക് എക്സ്പ്രഷൻ ഓഫ് ഇസ്ലാമോഫോബിയ ഐ ആർഗ്യൂ ഇസ് നോട്ട് എ ഡീവിയേഷൻ ഫ്രം ബട്ട് എ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിബറലിസം. It is my contention that much of the talk about Muslim integration, verily a moderate word for assimilation, is less than adequate to meet the ever-growing challenge of Islamophobia. പിന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് മുസ്ലിങ്ങളുടെ പാകിസ്ഥാനോടുള്ള ഒരു പ്രേമം, മുസ്ലിങ്ങളായ ചെയ്തിക്ക് ഉത്തരവാദികളെന്ന ഒരുപാട് ഉദാഹരണങ്ങൾ. മോർ ഓഫൺ Not Indian Muslims have been blamed and questioned for the tragic partition in 1947 and the two-nation theory, which not only overshadows the validity of constitutional discourse, but also keeps them in a perpetual sense of guilt. Sardar Vallabhbhai Patel, the first Home Minister of independent India, had once reproached Muslims in the Constitutional Assembly, declaring, Vallabhbhai Patel parayana, "You have got what you wanted. You have got a separate state. And remember, you are the people who were responsible for it. Not those who remain in Pakistan." അപ്പോൾ ഇന്ത്യയിൽ ബാക്കിയായി നിൽക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണ് പാർട്ടിഷൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ അതുകൊണ്ട് അവർ അതിന് നിരന്തരം പിഴയൊടുക്കേണ്ടതുണ്ട് എന്നൊരു നോഷൻ ഇത് കാണാൻ പറ്റും. അതിലപ്പുറം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആർത്തിലൊരു ബ്ലെസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ദാറ്റ് വേറെ കമ്മ്യൂണിറ്റികൾക്കൊന്നും നാഷണാലിറ്റിയെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങൾക്ക് നാഷണാലിറ്റി ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തന്നെയാണ് മുസ്ലിങ്ങളുടെ ഒരു ഗതികേടായിട്ട് പിന്നീട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ആരോ പറഞ്ഞിരുന്നു ഇന്ത്യൻ മുസ്ലിം എന്തുകൊണ്ട് ഇന്ത്യൻ ഹിന്ദു ഉണ്ടാകുന്നില്ല എന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യൻ മുസ്ലിം എന്നത് പോസിബിളാണ്, പാകിസ്ഥാൻ മുസ്ലിം എന്നത് പോസിബിളാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. അതേ സമയത്തിൽ ഒരു അമേരിക്കയിലുള്ള മുസ്ലിമിന് അമേരിക്കൻ മുസ്ലിമാകാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യക്കാരന് മുസ്ലിമാണ്, മുസ്ലിംനെസ്സാണ് അവൻ്റെ ഇൻഹറൻറ്റ് സെൽഫ്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഭീതിയെക്കുറിച്ച് ഉള്ള ഒരു കണ്ടിന്യൂഷനായിട്ട് ഇർഫാൻ അഹമ്മദ് പറയുന്നുണ്ട്, I foreground the reconstituted notion of national state as home as central to our understanding of the hostility to and fear of Muslims. The reconfiguration of the quest for a heavenly home into an earthly home is a prime signature of secular modernity, led to the consolidation of the nation state as a sort of natural home, generating a new kind of love, that is domophilia, love for home. This love for home, or domo, stemming from the Indo-European linguistic root, a zone of possession and imagined security, derives its sustenance from its constitutive obverse, for is or for us, outsider and stranger. അപ്പോൾ ഈ ഒരു ഡൊമോഫീലിയ എപ്പോഴും ഒരു ഔട്ട്സൈഡറെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെൻ്റായിട്ട് മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡൊമോഫീലിയയുടെ എക്സ്ട്രീമായിട്ടുള്ള ഉദാഹരണമാണ്
പാകിസ്ഥാൻ വാദത്തിൽ കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രസൻസിനെ കുറിച്ചുള്ള ഇതിൽ കാണാൻ സാധിക്കുക. അതിനും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മുസ്ലിം ലീഗ് സെപ്പറേറ്റ് ഇലക്ട്രോലേറ്റ് വേണം, സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വേണമെന്ന ഡിമാൻഡിൽ 46 മുതലുള്ള അസംബ്ലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആബ്സെൻസ് ആണ് ഈ അസംബ്ലിയിലെ മുസ്ലിം പ്രസൻസായിട്ടും മുസ്ലിം ലീഗിൻ്റെ പ്രസൻസായിട്ടും മൊത്തം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ രസമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ചർച്ചിൽ പറഞ്ഞു അവിടെ അസംബ്ലിയിൽ ഇരിക്കുന്നത് മൊത്തം കാസ്റ്റ് ഹിന്ദുസാണ്, അതൊരു ഹിന്ദു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയാണ് എന്നൊക്കെ. അപ്പോൾ ഈ ക്ലെയിമിനെ പൊളിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ റെപ്രസെൻറ്റേറ്റീവ് നമ്പറുകൾ അദ്ദേഹം പരിശോധിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, out of a total of 926 members who were to take part in the preliminary session, 210 members attended. These 210 members consisted of 155 Hindus out of a total of 160, 35 scheduled caste representative out of a total of 33, all the 5 Indian Christians out of total of 7, all the 5 representative of backward tribes, all 3 Anglo-Indians, all 3 Parsis, and 4 Muslims out of 80. The significant absence is of course that of representative of the Muslim League, an absence which we all deeply regret. But it is clear from the figures I have quoted that with the exception of representative of the Muslim League, every community in India, whatever the party affiliation of the person representing that community, was represented in the assembly. And therefore, to describe the assembly as representing only one major community in India, or as a body of Hindus, or as a meeting of caste Hindus, is a completely travesty of facts. ഇതിൽ കാണാൻ സാധിക്കുന്നത് മുസ്ലിമിൻ്റെ ആബ്സെൻസിനെ കുറിച്ചുള്ള ചർച്ചയല്ല, മറിച്ച് ഹിന്ദുക്കൾ മാത്രമല്ല വേറെ ചില കമ്മ്യൂണിറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കാണാൻ സാധിക്കുക മുസ്ലിം ആബ്സെൻസ്, ഇതിൻ്റെ അകത്തുള്ള മുസ്ലിം ആബ്സെൻസിനെ കുറിച്ച് ചർച്ച ഇല്ലാതായിപ്പോയി എന്നതാണ്. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഒരു റിയാലിറ്റി ഷോ പോലെ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് എലിമിനേഷൻ റൗണ്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ എലിമിനേഷൻ റൗണ്ടുകളിൽ ഇല്ലാതായിപ്പോയിട്ടുള്ള ചോദ്യങ്ങളും സമുദായങ്ങളും വ്യക്തികളും ഉണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ പ്രസൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെ, ആബ്സെൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെ പിന്നീട് അഡ്രസ്സ് ചെയ്തത് ഫ്രീഡം എന്നൊരു ക്വസ്റ്റ്യനിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രീഡം വേണോ, നിങ്ങൾ വരണം, നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി, സെപ്പറേറ്റ് ഇലക്ട്രോളിറ്റി ഒന്നും ആവശ്യപ്പെട്ട് വേണം നിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഫ്രീഡം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ ചോദ്യങ്ങളെയും അപ്രസക്തമാക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്നുള്ളത് ലീഗിൻ്റെ ക്ലെയിമുകളെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ലീഗിൻ്റെ ക്ലെയിമിനെ ഡിമോറലൈസ് ചെയ്യുന്ന സമീപനമാണ്. അതിന് 2 മെത്തഡാണ് സ്വീകരിച്ചത്. അതുണ്ടായിരുന്ന 1-2 മുസ്ലിം കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഈ ക്ലെയിം മുസ്ലിം ലീഗിനുള്ള ക്ലെയിം പോസിബിൾ അല്ല. രണ്ടാമത്തെ ഉന്നയിച്ചത് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ഈ ക്ലെയിമുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അനുകൂലമല്ല എന്ന ക്ലെയിമുകളായിരുന്നു. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് മുസ്ലിം ലീഗിനെ ബ്രിട്ടീഷുകാരുടെ ഒരു ഏജൻ്റാക്കി കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഭയങ്കര ഉദാഹരണമായിട്ട് 2 ആളുടെ പ്രസ്താവന ഞാൻ കാണിക്കാം. പുരുഷോത്തം ദാസ് പറയാണ്, somebody has rightly said that League was the British government's friend. The fact is that League is being duped by the British government. They are our countrymen and our brethren, and we are always prepared to come to an agreement with them. Today the British are using them as their morcha from behind which they are throwing arrows upon us. അപ്പോൾ ഈ ഒരു അസ് അതർ എന്നതൊക്കെ അതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ അസ് എന്നത് എപ്പോഴും ഇന്ത്യൻ്റെ അകത്തുള്ള മെജോറിറ്റി പോപ്പുലേഷനും, ദം എന്നത്, അതർ എന്നത് മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് റെപ്രസെൻ്റ് ചെയ്യുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ഇതിൽ മൊത്തമായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ സേത് ഗോവിന്ദാസ് പറയാണ്, if however the British government wishes to fight with us making Muslims their shigandi, we will not do what Bisham Patma did. We will not lay down our arms because shigandi is made to stand against us. We do desire our brethren of Muslim League we do desire the brethren of Muslim League come and cooperate with us.
If, however, with all our solicitations, with all our patience and with all our desire for peace, they do not come, we are not going to stop our work for them. അപ്പോൾ ഒരേ സമയം മുസ്ലിം ലീഗിനോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം വരെ കാണാൻ സാധിക്കും. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുന്ന അതുപോലെ തന്നെ മുസ്ലിം ലീഗിനോട് യുദ്ധം ചെയ്യും എന്നൊരു പ്രഖ്യാപനം കാണാൻ സാധിക്കും. അതിൻ്റെ അപ്പുറത്ത് കാണാൻ സാധിക്കുന്ന മറ്റൊന്നാണ് മുസ്ലിം ലീഗിനെയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനെയും കമ്മ്യൂണൽ എന്നാണ് ഇതിൽ മൊത്തം അഡ്രസ്സ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സോമനാഥ് ലാഹരി ബംഗാൾ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡറാണ്. അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ആർ കമ്മ്യൂണൽ പാർട്ടീസ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണൽ എന്നതിനെ നിരന്തരം ഉൽപ്പാദിപ്പിക്കുകയും മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊരു കമ്മ്യൂണലിനെ വെക്കുകയും അതിന് അതറായിട്ടാണ് സെക്കുലറിസത്തെ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ സെക്കുലറിസം എന്ന ഇന്ത്യയിൽ വരുന്നത് മൈനോറിറ്റി ക്ലെയിംസിനോടുള്ള വിമർശനമായിട്ടാണ്. ബിക്കമിങ് കമ്മ്യൂണിറ്റേറിയൻ കമ്മ്യൂണിറ്റി കോൺഷ്യസ് ആവുന്ന മൈനോറിറ്റിയോടുള്ള ഒരു വിമർശനമായിട്ടാണ് സെക്കുലറിസം ഇന്ത്യയിൽ വരുന്നത്. ഞാനൊരു കൺക്ലൂഷൻ ഒറ്റ പാരഗ്രാഫ് വായിക്കാം. The use of the term communal in the Constituent Assembly debates hints to the individuating mechanism inscribed in the new nation state and its citizenship. The term communal was opposed not only to secular but also to the national as well in this discourse. To be communal was to remain caught in narrow and petty group concerns. It connoted simultaneously a world view that was colored entirely by one's ascriptive group of affiliation, which implied a failure on the liberal secular front, as well as an inability to rise above loyalty to one's own narrow group and identity with the nation at large. To be communal is to be unassimilable other in the process of national integration. അപ്പോൾ ഇതാണ് അവരുടെ ബേസിക് ഭീതി. കമ്മ്യൂണൽ ആവുക എന്നുകൊണ്ട് ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ സാധ്യമാകാതെ വരികയും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു അൺഅസിമിലബിൾ അല്ലെങ്കിൽ ആൻറ്റി അസിമിലബിൾ അതറായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എപ്പോഴും നിലനിൽക്കുന്നത്. Constituent Assembly debate showcased the nationalistic pressure on Muslims to integrate completely into the nation, pushing them to the constitutional patriotism, which forced Muslims to declare their allegiance to the nation. As the Constituent Assembly debates have temporarily of the turmoil of partition, post-partition Muslims are ontologically Pakistanis and the Constituent Assembly have to Indianize them. I would argue that this constitutional patriotism in the later stage paved way to Muslims as having divided loyalties. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ പാട്രിയോട്ടിസത്തെ മുസ്ലിങ്ങൾ പോലും അംഗീകരിക്കേണ്ടി വന്നതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബാബരി മസ്ജിദിന് മുകളിൽ തിയോളജിക്കൽ ക്ലെയിം ലേറ്റർ മുസ്ലിംസിന് ഉന്നയിക്കാൻ കഴിയാതെ പോയത്. സോ വാട്ട് വിൽ ബി ദ വേ ഫോർവേഡ്, ഓർ ഇസ് ഇറ്റ് ടു ബി കമ്മ്യൂണൽ ഇസ് ദ വേ ഫോർവേഡ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. താങ്ക് യു.